അവരുടെ സാറ് തന്നെ ആദ്യം തുടങ്ങട്ടെ. ഞങ്ങൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടിക്കാട്ടിലെ കുട്ടികളാണ്. ഞങ്ങളിതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങൾ കഠിനമായ പരിശീലനത്തിലാണ്. അത് ഞങ്ങൾക്ക് പുറമെന്ന് ഞങ്ങൾ ടീച്ചേഴ്സിന് ഏൽപ്പിച്ചിട്ടില്ല. കുട്ടികളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ സ്കൂളിലെ മലയാളം ടീച്ചർ എലിസബത്ത് ടീച്ചറാണ്. അതുപോലെ സാറുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ടീച്ചേഴ്സുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവരുടെയൊക്കെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് സ്കൂൾ സബ്ജക്റ്റിലേക്ക് കഴിഞ്ഞ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഞാൻ ടീച്ചർ പറയും ബാക്കി കാര്യം. നല്ല പ്രയാസം ഉണ്ടായിരുന്നു കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. ആദ്യം അവർ ഈ 20 മിനിറ്റ് ഉണ്ട് ഈ പ്രോഗ്രാം. അപ്പോൾ അത് കളിക്കാനായിട്ട് അവരാദ്യം വില്ലിങ് അല്ലായിരുന്നു കുട്ടികൾ. കാരണം അത്രയും സമയമെടുത്ത് കളിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ അവർ സബ് ജില്ല പോയി ഫസ്റ്റ് കിട്ടി. അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റായി. അവർക്ക് ജില്ല പോകണമെന്ന് തന്നെയായിരുന്നു. ഞങ്ങൾ ആദ്യം ജില്ല പോകണ്ട, ഇനിയിപ്പോൾ അതിന് എഫർട്ട് എടുക്കണമെന്ന് വെച്ചപ്പോൾ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ജില്ല പോകണമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ നമ്മളവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ടീച്ചറാണ് പഠിപ്പിച്ചത്? ഞാനല്ല പഠിപ്പിച്ചത്, നമ്മൾ വേറെ ഒരു സാറിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും, ഇപ്പോൾ നാരായണൻകുട്ടി മാഷ്, പിന്നെ അത് ബൈജു മാഷ്, പിന്നെ നമ്മുടെ വേറെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഉണ്ട്. കുറേ എല്ലാ ടീച്ചേഴ്സിൻ്റെയും, ആശിഷ് ടീച്ചർ, കുറേ ടീച്ചേഴ്സുണ്ട്. എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടികൾ, അതായത് ഞങ്ങൾക്ക് ജില്ലയിലെത്താൻ കഴിഞ്ഞത്. ഗവൺമെൻറ് സ്കൂളിൽ ജില്ലയിൽ നല്ല മത്സരമായിരുന്നു. സബ് ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒരു സർക്കാർ സ്കൂളിൻ്റെ മുഴുവൻ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ്. അതിനൊരു കഴിയട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു നല്ല പെർഫോമൻസിനായി നിങ്ങളും, അതെ, പട്ടിക്കാട് സ്കൂളിന് വേണ്ടി നിങ്ങളും ഞങ്ങളോട് സഹകരിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പട്ടിക്കാട് സ്കൂളിൻ്റെ ഒരു ടീം വർക്കാണ്. എല്ലാ അധ്യാപകരുടെയും അതുപോലെ കുട്ടികളും അതുപോലെ സഹകരിക്കുന്ന കുട്ടികളായിരുന്നു. എല്ലാവരുടെയും ഒരു നല്ലൊരു ടീം വർക്കാണ്. നല്ല രീതിയിൽ ഒരു ടീം സ്പിരിറ്റോടെ, അല്ലെ മത്സര സ്പിരിറ്റോട് കൂടി അത് ഏറ്റെടുത്ത കുട്ടികളാണ്. ഒരു 100% നല്ല പെർഫോമൻസായി മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മലപ്പുറം ജില്ലയിൽ ഇത്ര പ്രാധാന്യം ഇല്ലാത്തതാണല്ലോ. കാരണം ചാവക്കാട് മുതൽ കൊല്ലം വരെയാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം പിന്നെ കുടിയേറ്റ മേഖലയിലൊക്കെ തന്നെ ഇതുണ്ട്. കാരണം പിന്നെ നിലമ്പൂർ സബ് ജില്ലയിൽ നിന്ന്, വണ്ടൂർ സബ് ജില്ലയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ പങ്കാളിത്തമുണ്ട്, നല്ല മത്സരമുണ്ട്. എങ്കിലും ഇത് മലബാർ മേഖലയിൽ ഇപ്പോൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി വരുന്നൊരു കലാരൂപം തന്നെയാണ്. പ്രധാനമായിട്ടും അതൊരു വെസ്റ്റേൺ കൾച്ചറിനെ, ലിറ്ററേച്ചറിനെ അടിസ്ഥാനമാക്കി വരുന്നതായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകിച്ച് പറയാച്ചാൽ റിലീജിയസ് പാശ്ചാത്തലമൊന്നുമില്ല. അതിൽ ഷേക്സ്പിയറുടെ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ചവിട്ടുനാടകങ്ങളും വരുന്നത്. അത് ഇപ്പോൾ മലബാർ മേഖലയിലും അതൊരു പ്രധാന കലാരൂപമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ തീമൊക്കെ എങ്ങനെയാണ്? തീം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മൾ ജൂലിയസ് സീസറാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്. ആ ഡ്രാമയാണ് അവതരിപ്പിക്കുന്നത്. അതിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. ചവിട്ടുനാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് ജൂലിയസ് സീസർ, ഷേക്സ്പിയർ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിൽ ചവിട്ടുനാടകത്തിൻ്റെ ഒരു തീമായി വരുന്നത്. അതിലിപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ജൂലിയസ് സീസർ എന്ന ഡ്രാമയിലെ ഒരു ചവിട്ടുനാടക രൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളെ വിജയത്തിന് പിന്നിൽ ഞങ്ങൾ സാറുമാർ തന്നെയാണ്. അവർ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 6 മാസവും ഞങ്ങളുടെ ടീച്ചർമാർ ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയർ ഡ്രാമയാണ് ഇതിലെ പ്രധാനമായും ചവിട്ടുനാടകത്തിൻ്റെ ഒരു മൂല്യ കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്നത്. കാരണം ഇവിടെ അവതരിപ്പിക്കുന്ന ചവിട്ടുനാടകങ്ങൾ മഹാഭൂരിപക്ഷവും ഷേക്സ്പിയർ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതിലേറ്റവും വളരെ രസകരമായ ജൂലിയസ് സീസർ എന്നതിനെ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചവിട്ടുനാടകങ്ങൾ ഭൂരിഭാഗവും വരുന്നത്. പ്രണവ്, റിയ, സാന്ദ്ര, ഫിൽസ, മിൻഹ, റിദ, ഫൈഹ, ഷിൽനി, റൈദ, ജന്ന. എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റും?